ഏറ്റവും മോശമായ ജില്ലകളിലൊക്കെ ഇപ്പം നല്ല ഡെവലപ്മെൻറ്റൊക്കെ വന്നു തുടങ്ങി. അത് നല്ലൊരു ലക്ഷണം തന്നെയാണ്. എങ്കിലും ആശയപരമായ വളരെ അഭിപ്രായ വ്യത്യാസമുള്ള പല പല യൂണിറ്റുകൾ ഇന്നും ഉണ്ട് ഈ ഏരിയയിലൊക്കെ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അത് നേരത്തെ സജീവൻ അത് പറയുകയും ചെയ്തു. കാരണം അത് എന്നോട് സപ്പോർട്ട് ചെയ്യുന്ന വളരെയധികം ആൾക്കാരുണ്ട്. കാരണം ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അല്ലെ കേരള ഗവൺമെൻറ്റിന് എതിരായിട്ട് ആ കുപ്പുസ്വാമിയൊക്കെ കൊന്നു കഴിഞ്ഞപ്പം ഇവിടെ ചില അവരോട് അനുഭാവം പറിക്കുന്ന കുറേ രാഷ്ട്രീയ പാർട്ടികളും ആളുമൊക്കെ അവിടെയൊക്കെ പോയി പോലീസിനെതിരായിട്ടൊക്കെ വളരെയധികം കുപ്രചരണം നടത്തിയെന്ന് തന്നെ ഞാൻ പറയുന്നത് നടത്തിയിട്ടുണ്ട്. അന്നേരം ഗവൺമെൻറ് അപ്പം ചില ഇന്ത്യ ഗവൺമെൻറ്റും അതെ കേരള ഗവൺമെൻറ്റും നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഒരാൾ ഇതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ അവർക്കൊരു 5 ലക്ഷം രൂപ ഇപ്പം റിവാർഡായിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അവർ മുന്നോട്ട് പോകാൻ അത് അവരുടെ ആ റാങ്ക് അനുസരിച്ച് ആ മാവോയിസത്തിൻ്റെ അവർക്ക് ഓരോ റാങ്കുകളുണ്ട്. പടിപടിയായി അതിൽ വിട്ടുമാറാതിരിക്കുന്ന അത്ര അഗ്രസീവായിട്ടുള്ള ആൾക്ക് 5 ലക്ഷം രൂപ കൊടുക്കും. അതിന് താഴെക്കടയുള്ള അവർക്ക് ഒരു 3 ലക്ഷം രൂപയും കൊടുക്കും. അത് തന്നെ അവരെ പഠനത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഫൈനാൻസ് 15,000 രൂപ വരെ കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് വിവാഹം കഴിച്ച് സെറ്റിൽ ചെയ്യാനുള്ള സംവിധാനവും 25,000 രൂപ വിവാഹം കഴിച്ച് ചെയ്യുന്നതിന് അതിനും കൊടുക്കുന്നുണ്ട്. പിന്നെ ആയുധം വെച്ച് കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 30,000 രൂപയും കൊടുക്കുന്നുണ്ട്. അപ്പം ഗവൺമെൻറ് അവരെ പ്രൊമോട്ട് ചെയ്ത് കീഴടക്കുന്നവരെ പ്രൊമോട്ട് ചെയ്ത് അവർ ഡെസ്പറേറ്റ് ആകത്തില്ല. അവർക്ക് വേണ്ട ജീവിത സൗകര്യങ്ങളൊക്കെ ഗവൺമെൻറ് കൊടുക്കാനായിട്ടും ശ്രമിക്കുന്നുണ്ട്, കൊടുക്കുന്നുമുണ്ട്. പക്ഷേ ആയുധം വെച്ച് കീഴടങ്ങണം, അങ്ങനെ മാത്രമേ അതിൽ നിന്ന് അവർക്ക് ഈ സഹായങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതൊക്കെ നല്ല രീതിയിലുള്ള ചില പ്രഖ്യാപനങ്ങളെല്ലാം ഉണ്ട്. അതനുസരിച്ച് ഗവൺമെൻറ് കാര്യങ്ങൾ നീക്കുന്നുണ്ട്. എങ്കിലും ഈ വനം മേഖലയിലൊക്കെ പലരും ആശയപരമായി ഇപ്പോഴത്തെ ഉള്ള ഗവൺമെൻറ്റിനോടോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോടോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ച് ഇവർക്ക് ഫൈനാൻസ് കൊടുത്ത് ഇവരെ സഹായിക്കാനുമൊക്കെ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഈ കുപ്പുസ്വാമി മറ്റുള്ളവരും കഴിഞ്ഞ നമ്മുടെ വയനാട്ടിൽ വെച്ച് അവർ എൻകൗണ്ടർ ഉണ്ടായ സമയത്ത് അവിടുന്ന് പിടിച്ചെടുത്ത സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് അന്ന് പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. കാരണം ആധുനികമായ എല്ലാ ഡിജിറ്റൽ സംവിധാനവും അവരുടെ കയ്യിലുണ്ട്. കാരണം അവിടുന്ന് ആ സമയത്താണ് ആ വെടിവെപ്പുണ്ടായും അവരെ 2 പേരെ നമ്മൾ കൊലപ്പെടുത്തിയതുമൊക്കെ. കുപ്പുസ്വാമിയും പിന്നെ ആ പെൺകുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി. അത് തമിഴ്നാട്ടുകാരിയായിരുന്നു. പക്ഷേ അവരുടെ കയ്യിലേക്ക് ലേറ്റസ്റ്റായ നമ്മുടെ കൈകളിലിരിക്കുന്ന നമ്മുടെ പട്ടാളക്കാരുടെയും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിലിരിക്കുന്ന ലേറ്റസ്റ്റായ എക്വിപ്മെൻറ്റ് വരെ അവരുടെ കയ്യിലിരിക്കുകയാണ്. അത് AK-47 പല സ്ഥലത്തും നമ്മൾ പിടിച്ചെടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ AK-47 ഇവർക്ക് കിട്ടുന്നത്? അപ്പോൾ അത് ഇൻ്റലിജൻസ് കുറച്ചുകൂടെ അതിശക്തമായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവർക്ക് ഇങ്ങനെയുള്ള ആധുനിക ഡിജിറ്റലായിട്ടുള്ള ആ ഉപകരണങ്ങൾ AK-47 ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അങ്ങനെ ഈസിയായിട്ട് കിട്ടാൻ കഴിയില്ല. അപ്പോൾ അത് അതിബുദ്ധിപരമായ രീതിയിൽ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ആ വഴിയൊക്കെ കടത്തിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഇൻ്റലിജൻസ് കുറച്ചുകൂടെ ശക്തമായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത് തടയിടാൻ പറ്റുള്ളൂ. കാരണം ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തിനെ ശിഥിലമാക്കാൻ തീർച്ചയായിട്ടും ആൾക്കാർ ലോകത്തുള്ള മറ്റ് രാജ്യങ്ങൾ പലരും അത് ശ്രമിക്കുന്നുണ്ട്. അതൊന്നും ചിലവാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മതതീവ്രവാദവും രാഷ്ട്രീയ തീവ്രവാദവും നമ്മുടെ രാജ്യത്തിന് നല്ലതല്ല എന്ന് ഇന്ത്യക്കാർ കുറേയൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ 2 സംഗതികൾ വെച്ച് നമ്മളെ തകർക്കാൻ പറ്റും. അത് ഇനി നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിശക്തമായ കേന്ദ്ര നിലപാട് ഈ കാര്യത്തിലുണ്ട്. അമിത്ഷായുടെ ആ പ്രസംഗം നമ്മൾ കേട്ടു. കാരണം അതിലേക്ക് പോകുന്നവർ അവരുടെ ജീവൻ അപകടത്തിലാണ് എന്നൊരു വാണിംഗ് കൊടുത്തു. അത് കൊന്നൊടുക്കി തന്നെ അത് തീർത്ത് കളയും എന്ന് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൽ നമ്മൾ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലെയുള്ള ശക്തികൾ കേരളത്തിൻ്റെ ഈ 3 ഏരിയയിലും തിക്ക് വനപ്രദേശത്തും ഉണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ മറ്റേ ആ ഒരു കണക്ക് പറഞ്ഞത്. ഓരോരോ 2016-ലും 2019-ലും 2022-ലും 2023 എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ട്. കൊല്ലപ്പെട്ട ആൾക്കാരുടെ പേരാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് വേണം ഇതിന് ഇനി മുന്നേറാൻ. കാരണം നമ്മുടെ ഈ ബോർഡർ അത്ര സുരക്ഷിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴും ഈ 3 ജില്ലകളിൽ അവരുടെ സാന്നിധ്യമുണ്ട്. നമ്പർ ഓഫ് പേഴ്സൺസ് കുറഞ്ഞിട്ടുണ്ടാവാം. കാരണം അവരതിൽ നിന്ന് പിന്മാറുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഇൻ്റലിജൻസ് കുറച്ചുകൂടെ ശക്തമാക്കണം. അതുപോലെ പോലീസുകാർക്ക് കുറച്ചൊരു ലേറ്റസ്റ്റ് എക്യുപ്മെൻറ്റും റൈഫിൾസും എല്ലാം കൊടുക്കണം. കാരണം എൻകൗണ്ടറിൽ നമ്മൾ പേടിച്ചു പോകരുത്. കാരണം നമ്മുടെ പോലീസുകാർക്കാർക്കും വലിയ പരിക്കൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല. അതേസമയത്ത് അവർ വളരെ ഇൻ്റലിജൻ്റായിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ്. അതുപോലെ ഛത്തീസ്ഗഡിലും മറ്റിടത്തൊക്കെ വളരെയധികം നമ്മുടെ ആൾക്കാരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് 100 കണക്കിന് ആളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഛത്തീസ്ഗഡിലും. അതുപോലെ തന്നെ ആ 2-3 ജില്ലയിൽ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പോലീസിൻ്റെ പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും പൊതുജനങ്ങൾ കൊടുക്കണം. കാരണം ഇങ്ങനെ സ്ലിപ്പായപ്പോൾ ആൾക്കാരെ നമുക്ക് തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ. കാരണം അത് രാജ്യത്തിന് അപകടമാണ്. കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ നമ്മൾ വിചാരിക്കുന്ന ഛത്തീസ്ഗഡിലും അതുപോലെ ഒഡീഷയിലും
അവിടങ്ങളിലൊക്കെ ഇതിനായിട്ട് ആകർഷപ്പെട്ട് പോയിരിക്കുന്നവർക്ക് അവർക്ക് ആവശ്യത്തിനുള്ള ഫണ്ടുകൾ ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒഡീഷയിലും അങ്ങനെ തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ 2 സ്റ്റേറ്റുകളിലും വളരെ മോശമായ കണ്ടീഷനുള്ള പ്രദേശത്താണ് ഈ നക്സലിസം കൂടുതലായിട്ട് വളർന്നിരിക്കുന്നത്. ശരി തന്നെ, അവിടെ ഡെവലപ്മെൻറ്റിന് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഇവരെ ആ വഴിതെറ്റിപ്പോയ ഇവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു നടപടികളും അവരുടെ കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു ശ്രമം നടന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ രാജ്യത്തിനുള്ള ഈ ത്രെട്ടും അപകടം നമുക്ക് തീർത്തും കുറയ്ക്കാൻ പറ്റുള്ളൂ.